പ്രജിത, ഓ ഇപ്പോൾ ഈ ഒരു പുതിയ ഡെവലപ്മെന്റ് അല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു പച്ച പരമാർത്ഥമായ ഒരു സത്യം അതിന്റെ കൂട് പൊളിച്ച് പൊട്ടിച്ചിങ്ങ് പുറത്ത് വന്നിരിക്കും. അതായത് നമ്മൾ ഈ പറയുമല്ലോ, സത്യം, ഒരു പരമമായ സത്യം എത്ര നാൾ മൂടി വെച്ചാലും അതൊരിക്കൽ വെളിച്ചത്ത് വരും. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇത്രയും ഇങ്ങനെ തൊടാനുള്ളത് ഇങ്ങനെ ഞാൻ വരുന്നതിന് ഒരു ചെറിയ ഒരു ഇത് വേണം. കാര്യം, നവീൻ ബാബു എന്ന ADMന്റെ മരണത്തിൽ നമ്മളൊരു കാട്ടുകള്ളനെ കുറിച്ച് എത്രയെങ്കിലും തവണ സംസാരിച്ചിട്ടുണ്ട്. കാട്ടുകള്ളനെ ഇത്രയും കള്ളന് കഞ്ഞി വെച്ചവൻ ഈ കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. കള്ളന് കഞ്ഞി വെച്ചെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ കള്ളന് കഞ്ഞി വെച്ച പോക്കറി എന്ന് ഞാൻ പറയുന്നതിൽ എന്നോട് ക്ഷമിക്കുക. ആരെന്നറിയില്ലേ, പ്രശാന്ത്. എനിക്ക് രണ്ടൊപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് തന്തയുണ്ട് എന്നവൻ പറഞ്ഞു. എനിക്ക് രണ്ട് തന്തയുണ്ട് എന്നവൻ പറയാത്തത്, കേൾക്കാത്തത് നമ്മുടെ ഭാഗ്യം. പറയൂ, എന്തായിരിക്കും ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്? എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നടപടി അല്ലെ, അദ്ദേഹം പറഞ്ഞ കാര്യം അസത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നടപടിയൊന്നും പറയണ്ട. അതായത് അന്വേഷണം പോലും പ്രശാന്തനെതിരെ നടന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് വ്യാജ പരാതി ഉണ്ടാക്കി എന്നുള്ളത്, അത് എവിടെ ഉണ്ടാക്കി എന്നുള്ളതിലായിരുന്നു. അത് AKG സെന്ററിലാണ് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ. വന്നിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ AKG സെന്ററിലാണോ എന്നുള്ളത് മാത്രമായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത്. അതെ, പക്ഷേ AKG സെന്ററിലാണ് എന്നുള്ളതാണ് അവസാനം പുറത്തു വരുന്നത്. പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയ പരാതി, ആ പരാതി, അങ്ങനെ ഒരു പരാതി ഉണ്ടോ എന്നുള്ളതാണ്. അതായത് അത്തരത്തിലൊരു പരാതി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പരാതി അന്വേഷിക്കേണ്ടത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയാണ്. അത് പോലീസല്ല അന്വേഷിക്കേണ്ടത്, വിജിലൻസ് ആണ്. പക്ഷെ അത്തരത്തിലൊരു പരാതി ഇല്ല എന്നുള്ള തരത്തിലാണെന്ന് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഒരു അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ കാര്യം വിവരാവകാശ നിയമപ്രകാരം പുറത്ത് കൊണ്ടുവന്നത്. അപ്പോൾ യാതൊരു തരത്തിലുമുള്ള അന്വേഷണത്തിൻ്റെയും ഭാഗവാക്കായിട്ടില്ല, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടില്ല പ്രശാന്തൻ. അപ്പോൾ പ്രശാന്തൻ്റെ നില തട്ടിപ്പോഴും CPM-നുള്ളിൽ പൊങ്ങിത്തന്നെയാണ് ഇരിക്കുന്നത്. CPM-ന് ഏറ്റവും വേണ്ടപ്പെട്ട ആള് തന്നെയാണ് ഈ പറയുന്ന പ്രശാന്തൻ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രീത, ഇതിലേ ഈ പ്രീത പറഞ്ഞ പോയിന്റുകളിൽ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ അതെല്ലാം ഇതുവരെ നമ്മൾ ഒരുപാട് നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒക്ടോബർ 15-ാം തീയതി ഇദ്ദേഹം മരിക്കുമ്പോൾ ഈ പെരുങ്കള്ളൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഈ പെരുങ്കള്ളം പറഞ്ഞത് വിജിലൻസിന് താൻ കൊടുത്ത കത്തിന്റെ കോപ്പി വെച്ചുകൊണ്ടാണ്. ഈ കത്ത് എങ്ങനെയായിരുന്നു? ഈ അവതാരം ഫോട്ടോ എടുത്ത്, അങ്ങേരെ അച്ചി വീടാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അങ്ങേരെ അച്ചി വീട്. ഇപ്പം ഞാനോ നിങ്ങൾക്കോ ആണെങ്കിൽ ഒരു പരാതി കൊടുക്കണം, നിങ്ങൾ കണ്ണൂരാണെങ്കിലും അയ്യപ്പൻ കൊയിലാണ്ടിയിലാണെങ്കിലും നമ്മൾ അവിടുന്ന് വണ്ടി കയറി വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് വേണം നമുക്കിത് കൊടുക്കേണ്ട. അതാണ് പ്രൊസീജിയർ. ഇപ്പൊ ഇയാൾ അച്ഛ വീട്ടിൽ ഇയാൾ ചെയ്യണ പോലെ ഒരു ഫോട്ടോ എടുത്താണ് ഇയാൾ അയച്ചു കൊടുത്തത്. എന്നിട്ട് ആ പരാതി വെച്ചുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ. അത് നിങ്ങൾ നമ്മുടെ മെമ്മറിയിൽ ഈ കാര്യങ്ങൾ, അദ്ദേഹം മരിച്ചത് നമുക്ക് ദിവസവും നമ്മൾ സംസാരിക്കുന്ന വിഷയമായതുകൊണ്ട് നമ്മുടെ മെമ്മറിയിൽ ആ മരണത്തിന്റെ ദിവസം മുതലുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന നമ്മുടെ മനസ്സിലുണ്ട്. ഇയാൾ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇയാൾ ആ കത്തെടുത്ത് കാണിച്ചു. ഈ കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പറയേണ്ട അവസ്ഥ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കുണ്ടായി. അത് കേരള സമൂഹത്തിന് മുന്നിൽ എത്ര മൂടി വെച്ചിട്ട് പറയേണ്ട അവസ്ഥ വന്നു. രണ്ട്, ഇത് വിജിലൻസിന് കൊടുത്ത കത്തെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കത്ത് വിജിലൻസിന് കിട്ടിയിട്ടില്ല എന്നും വന്നു. ഇനി ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടായിരിക്കും ഈ ഹൈക്കോടതിയിലെ വക്കീല് ജയ്സിംഗ് അല്ലെ, ഇദ്ദേഹം ചോദിച്ചിരിക്കുമ്പോൾ പോലീസിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മറുപടിയാണത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മറുപടിയാണ്. ഇങ്ങനെ എനിക്ക് രണ്ട് തന്തയുണ്ട് എന്ന് പറഞ്ഞ പ്രശാന്തനെ, ഞാൻ പറയുന്നതിൽ ക്ഷമിക്കില്ല, എനിക്ക് രണ്ട് തന്തയുണ്ട്, എനിക്ക് രണ്ട് ഒപ്പുണ്ട്, അതുപോലും അങ്ങനെ പോലും അല്ലെ, അങ്ങനെ കൊടുത്ത കത്ത്, അങ്ങനെ ഒരു കത്ത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക് കിട്ടിയിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോൾ പരാതി പരിഹാര സെല്ലിൽ പോലും, അതായത് അങ്ങനെ പോലും അതിൽ പോലും പരാതി ഇല്ല. അവിടെ പോലും പരാതി. നീണ്ടകാലത്തെ ദീർഘനാളത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് 5 പൈസ പോലും വാങ്ങാത്ത ക്ലീൻ ഇമേജ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക്, അദ്ദേഹത്തിന്റെ ബാക്ക് ഹിസ്റ്ററി അവർ നോക്കേണ്ടതുണ്ട്. ആ ബാക്ക് ഹിസ്റ്ററി നോക്കുമ്പോൾ അതിൽ ഒന്നും തന്നെ അദ്ദേഹത്തിനെതിരെ പറയാനുള്ള ഒരു കാര്യവുമില്ല. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതോടുകൂടി തന്നെ ഈ പരാതി എയറിലായി.
ഈ പരാതി പരാതിയുണ്ട്. അതായത് അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പരാതിയായിരുന്നു. അപ്പോൾ ആ പരാതി എയറിലായി. അതിന്റെ ഏറ്റവും ഒടുവിൽ വരെ ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം CPM നടത്തിയതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ. നമ്മളിത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒരു കള്ളം സത്യമാകാനായിട്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു കള്ളം സത്യമാകാനായിട്ട് ഒരു 100 കള്ളം പറയേണ്ടി വരും എന്നാണ്. ഒരു കള്ളം സത്യമാകാൻ 100 കള്ളം പറയേണ്ടി വരും. ഇതിൽ ഒന്ന് പൊളിഞ്ഞാൽ എല്ലാം പൊടിയായിട്ട് അങ്ങ് വീഴും. അതേപോലെ ഇതൊരു കള്ളമാണ് എന്നുള്ളത്, ഈ കള്ളത്തെ മൂടി വെക്കാനായിട്ടാണ് ആ ഒക്ടോബർ 15 അദ്ദേഹത്തിന്റെ തൂങ്ങി മരണത്തിന് ശേഷം ഈ പ്രശാന്തൻ നടത്തിയിട്ടുള്ള സർവ്വ നാടകങ്ങളും. അത് ഓരോന്നും നമ്മൾ റീക്യാപ്പ് ചെയ്ത് നോക്കിയാൽ ഇത്രയും ഒരു പഠിച്ച കള്ളൻ ലോകത്ത് വരെ കാണില്ല. അയാൾ കള്ളൻ എന്ന് പറയുമ്പോൾ ബിഹൈൻഡ് ദ കർട്ടൻ ഒരുപാട് പേര് ഇയാളൊരു നമ്മളൊരു പാവനാടകം എന്ന് പറയും. പാവനാടകം എന്നാണോ? അതായത് ഈ പറയുന്ന ദിവ്യയെ സംരക്ഷിച്ചല്ലോ, ദിവ്യയെക്കാളും ഒക്കെ ഈ ഒരു തലത്തിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് പ്രശാന്തനാണെന്ന് തീർച്ചയായിട്ടും ഇതിന്റെ ആസൂത്രകൻ, അതായത് ചാണക്യൻ എന്നൊക്കെ പറയുന്നത് പ്രശാന്തൻ പലരുടെയും ബിനാമിയാണെന്നുള്ള പുറത്തു വന്നതാണ്. CPM സംസ്ഥാന ഘടകത്തിലെ കണ്ണൂർ ജില്ലയിലെ തന്നെ. അതെ. അപ്പോൾ അത്തരത്തിൽ ഇതിന്റെ ബന്ധം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ നീണ്ടു നിൽക്കുന്നതുമാണ്. അപ്പോൾ അതിൽ എന്തുകൊണ്ടും ദിവ്യയെക്കാളും അരുൺ കെ വിജയനേക്കാളും ഒക്കെ ഇവർക്ക് പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ പ്രശാന്തൻ. അല്ലെങ്കിൽ ഒന്ന് നോക്കൂ, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ താഴെക്കിടയിലിരുന്ന ഇയാളിൽ എന്തെങ്കിലുമൊക്കെ കെട്ടി ഏൽപ്പിച്ചത് ശേഷം ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത്. പക്ഷേ ഇതിലൊന്നും പെടാതെ പ്രശാന്തനെ വളരെ വിദഗ്ധമായിട്ട് അന്വേഷണത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പ്രശാന്തനാണ് വന്നിട്ട് പറഞ്ഞത് എന്നെ നാർക്കോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് പ്രശാന്തൻ പറഞ്ഞതുപോലും പലരുടെയും പിൻബലമുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമല്ല. അയാൾ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് പരിയാരം മെഡിക്കൽ കോളേജ് പ്രസ്ഥാനത്തിന്റെ ഭാഗമെന്നല്ല, അയാൾ പാർട്ടി മെമ്പറൊക്കെ ആയിരിക്കും. പാർട്ടി മെമ്പർ. പക്ഷേ ഞാൻ പറഞ്ഞത് ഹൈറാർക്കി തലത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്ന താൽക്കാലിക ജീവനക്കാരനാണ്. അങ്ങനെയുള്ള ഒരാളെ CPM സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ബോംബ് അത് പ്രശാന്തനായിരിക്കണം. അയാൾ സംരക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഈ AKG സെന്റർ ഇരിക്കുന്ന ബിജു കണ്ടങ്കയ്യയുടെ ബന്ധുവാണ് അയാള്. അതെ. അപ്പൊ പിന്നെ അയാൾ ഒന്നും അല്ലാതെ ആകില്ല. ബിജു കണ്ടങ്കയ്യയുടെ ആളായിരിക്കാം, ബന്ധുവായിരിക്കാം. പക്ഷെ ബിജു കണ്ടങ്കയ്യയുടെ ബന്ധു എന്നതിനേക്കാൾ ഉപരി ഇയാൾ ഈ പറയുന്നത് വലിയൊരു ബോംബ് ചുമക്കുന്നയാളാണ്. ഇയാളൊന്ന് ബ്ലാസ്റ്റ് ചെയ്താൽ ഈ പറയുന്ന ബിജു കണ്ടങ്കൈ ഉൾപ്പെടെയുള്ള സകലരുടെയും ചരിത്രമാണ് ആ ഒരു കച്ചവടത്തിന്റെ ചരിത്രമാണ് പുറത്തു വരിക. അതായത് ഇയാളാണ് ഏറ്റവും വലിയ ബോംബ് എന്നുള്ളത് CPM തിരിച്ചറിയുന്നത്. സത്യം പറഞ്ഞാൽ ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. ദിവ്യയെ പേരിനെങ്കിലും ഒന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു, പേരിനെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. ഇവിടെ പ്രശാന്തനെതിരെ എന്ത് നടപടി ഉണ്ടായി? ഒന്നും ചെയ്യില്ല. ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാലേ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് എത്ര വാലിഡിറ്റി ഉണ്ടെന്നുള്ളതും അതിൽ എന്തൊക്കെയാണ് നിയമവശങ്ങളെന്നും പഠിച്ചുകൊണ്ടാണ് ബലിയാടാക്കപ്പെട്ടിരിക്കുന്നത്. അതെ. അതുകൊണ്ട് ദിവ്യയെ അവർ രക്ഷപ്പെടുത്തും. ദിവ്യ ഇവിടെ അവർ MLA ആകാൻ അതൊരു നാടകം മാത്രം അല്ല. ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ വിചാരിക്കുന്ന പോലെ മണ്ടൻ കളിയൊന്നുമല്ല അവർ കളിച്ചേക്കണേ. അവർ ബുദ്ധിപൂർവ്വം ഒരു കളിയാണ് കളിച്ചേക്കുന്നത്. കാര്യം ബൈ പൊളിറ്റിക്കലി അവർ ചെയ്യേണ്ട ഒരു കളി എന്ന് പറയുന്നത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമേ വരുള്ളൂ. ഇവിടെ പ്രീത പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റാണ്. കാര്യം പ്രശാന്ത് എന്ന് പറയുന്ന പ്രശാന്തൻ ഈ പറയുന്ന CPMന്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുടെയും ബിനാമി ആയതുകൊണ്ടാണ് ഈ പെട്രോൾ പമ്പിന്റെ കാര്യത്തിൽ പോലും അയാൾ ബിനാമി ബിസിനസ്സുകാരനായിട്ട് വന്നത്. ഈ ബോംബ്, പലതരത്തിലുള്ള ബോംബുകൾ, പല മാഫിയയുടെ ബോംബുകൾ ഇയാളെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇവർ ഒരു വേള അറസ്റ്റ് ചെയ്താൽ, ചോദ്യം ചെയ്താൽ എല്ലാം വെളിയിൽ വിടും എന്നുള്ളത് കൊണ്ട് പേടികൊണ്ടാണ്. രണ്ടൊപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? സാധാരണ ഇത്തരം ഒരു കൊലപാതക കേസ് എന്ന് സംശയിക്കപ്പെടുന്ന ഒരു കേസ് വരുമ്പോൾ രണ്ടൊപ്പുണ്ട് എന്നൊക്കെ സാധാരണയായി മറ്റാരെങ്കിലുമാണ് പറയുന്നതെങ്കിൽ അയാൾക്കെതിരെ നടപടി ഉണ്ടാവില്ലേ? അയാളെ ചോദ്യം ചെയ്യില്ലേ?
മാത്രമല്ല പരാതി കൊടുത്തു എന്ന് പറയുകയും ആ പരാതി കൊടുത്തിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ മറുപടി വരുന്നതിന് മുമ്പ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പരാതി പരിഹാര സെല്ലിൽ പോലും ഇയാൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോഴും പോലീസോ അന്വേഷണ സംഘമോ ഒന്നും ഇയാളെ തൊട്ടില്ല, ഒരു മണ്ണ് നുള്ളിയിട്ടിട്ടില്ല. അത്രമേൽ വലിയ, ഞാൻ പറയില്ല, അത്രമേൽ വലിയൊരു ബോംബാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ മീൻ പിടിക്കാൻ പോകുമ്പോ വരാലെന്ന് പറയില്ലേ, വരാൽ നമ്മളെ കൈ വഴുതി പോകും വരാല്. അതുപോലൊരു വലിയ വരാലാണ് ഈ പ്രശാന്ത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയത്. കാര്യം നമ്മൾ ഇയാളുടെ പല ഹിസ്റ്ററിയും പരിശോധിക്കുമ്പോൾ പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിന് വേണ്ടി ഇദ്ദേഹം ഒരു പകുതി ജീവനക്കാരനാണ്, ഇത് മുഴുവൻ സമയ ജീവനക്കാരനല്ല. അങ്ങനെ ഒരു മുഴുവൻ സമയ ജീവനക്കാരനല്ലായിരുന്നിട്ട് പോലും കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടിയതിൽ വരെയുള്ള കളികൾ നമ്മൾ പല വീഡിയോകളും നമ്മൾ കണ്ടതാണ്, നമ്മൾ ചെയ്തതിലും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ചില ആൾക്കാരെ പൊട്ടന്മാരായിട്ട് അഭിനയിക്കും. അതായത് നമ്മൾ ഇത്രയേ ഉള്ളൂ, അയാൾ കാണുമ്പോൾ ഒരു പൊട്ടനെ പോലെ തോന്നും, പക്ഷെ അവനെയൊക്കെ പോലെ ഇത്രയും കൂർമ്മ ബുദ്ധിയുള്ള ആൾക്കാർ ലോകത്ത് വേറെ കാണില്ല. കൂർമ്മ ബുദ്ധി ക്രൂക്ഡ് ആയിട്ടുള്ള ബുദ്ധിക്കായിരിക്കും. തീർച്ചയായിട്ടും നേരെയുള്ള ബുദ്ധിക്കല്ല, ക്രൂക്കഡ് ബുദ്ധി. കാണുമ്പോൾ വിചാരിക്കും ഓ ഇവൻ ഏതോ മന്ദബുദ്ധിയാണെന്ന്. അവൻ മന്ദബുദ്ധിയായി അഭിനയിക്കുകയാണ്. നമ്മൾ ഈ കേസ് എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്ടോബർ 15 ഈ സംഗതി അദ്ദേഹത്തിന്റെ മരണം നടന്നു കഴിഞ്ഞ ആദ്യ 1 മണിക്കൂറിന് ശേഷം മുതൽ പ്രശാന്തിന്റെ ഓരോ സംസാരവും അയാളുടെ മുഖഭാവവും അയാളുടെ പത്രസമ്മേളനവും ഒക്കെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഒന്ന് റീക്യാപ്പ് ചെയ്ത് സ്വയം നോക്കിയാൽ ഈ പറയുന്ന ഹൈക്കോടതിയിലെ വക്കീൽ ചോദിച്ചു അതിന് ഉത്തരം ഇദ്ദേഹത്തിന്റെ മേൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്ന് വെളിവാകുമ്പോൾ ഈ പോലീസ് എന്തിന് ഇങ്ങനെ ഒരു അവതാരത്തിനെ സംരക്ഷിക്കുന്നു? ഈ മുഖ്യമന്ത്രി ഭയക്കുന്നോ? സംസ്ഥാന സർക്കാർ ഭയക്കുന്നോ? നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാക്കാം ഈ പറയുന്ന ഈ വാർത്തയിന്മേൽ എന്ത് സംഭവിക്കുമെന്ന്.